കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിൽ പ്രതിയായ അധ്യാപകൻ കനകകുമാറിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. കനകകുമാറിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ്. ടവർ ലൊക്കേഷനും ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കുകയാണ്. അതേസമയം ഈ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ. ഇനിയും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുമായി മുന്നോട്ട് വരുന്ന അധ്യാപകരെ ഇതുപോലെ മുന്നറിയിപ്പ് എന്ന രീതിയിലല്ലാതെ ശക്തമായ രീതിയിൽ തന്നെ മറ്റു രീതികളുമായി ഞങ്ങൾ എതിർക്കും എന്ന് തന്നെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള അധ്യാപകനെതിരെയുള്ള കേസ് സത്യസന്ധമായി തന്നെ അന്വേഷിച്ച് അതിൽ സത്യം തെളിയുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അറിയിക്കുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ അധ്യാപകൻ എങ്ങോട്ട് പോയിന്നാ ഇപ്പോൾ വിവരം സൂരജിന് കിട്ടിയത്? അധ്യാപകൻ എവിടെയാണ് എന്നത് പോലീസിനോ മറ്റ് അധ്യാപകർക്കോ ആർക്കും തന്നെ ഒരു വിവരവുമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് കേരള കലാമണ്ഡലത്തെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായ ഒരു സാംസ്കാരിക ഇടമാണ്. അവിടെയാണ് ഇത്തരത്തിൽ അപമാനകരമായ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ വിദ്യാർത്ഥികൾ 6 വിദ്യാർത്ഥിനികൾ സർവകലാശാലയ്ക്ക് ഒരു പരാതി നൽകുന്നത്. ഇത്തരത്തിൽ മദ്യപിച്ചെത്തി അധ്യാപകൻ ക്ലാസ്സിലെത്തുകയും അവിടെ വച്ച് ലൈംഗികപരമായി പെരുമാറുകയും ചെയ്തു, അതായത് ഈ ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തു എന്ന പരാതി. അത് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഈ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഈ ക്ലാസ് മുറിക്കകത്ത് പോലും അരങ്ങേറിയത്. ഇതോടുകൂടിയാണ് ഈ കുട്ടികൾ പരാതി നൽകുന്നത്. പക്ഷേ ആ പരാതിയെ സർവകലാശാലയാകട്ടെ വലിയ ഗൗരവത്തിലെടുക്കുന്നു. ദ്രുതഗതിയിൽ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുകയും അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നു. ഈ പരാതി പോലീസിന് കൈമാറുന്നു. പക്ഷേ ഈ പോലീസ് പുലർച്ചെ 3 മണിയോടുകൂടി കേസെടുക്കുന്ന സമയത്ത് തന്നെ അധ്യാപകൻ ഒളിവിൽ പോയി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതോടുകൂടിയാണ് അധ്യാപകന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഇപ്പോൾ പോലീസ് നിരീക്ഷണ വലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഒളിവിൽ കഴിയുന്ന പ്രതിയാണ് ഈ അധ്യാപകൻ. അതുകൊണ്ട് തന്നെ ഇവരെ ഫോണിൽ ബന്ധപ്പെടുന്നതിനടക്കം സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒളിവിൽ പോകുന്ന സമയത്ത് ഈ കനകകുമാർ ആരെയൊക്കെ ബന്ധപ്പെട്ടു എന്ന് സംബന്ധിച്ചുള്ള ഫോൺ രേഖകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. അതായത് ദിവസങ്ങൾ പിന്നിടുന്നു. ഇതൊരു വിവാദമായ സംഭവമാണ്. പ്രത്യേകിച്ച് ഒരു സാംസ്കാരിക കേന്ദ്രത്തിൽ അരങ്ങേറിയ പോക്സോ കേസാണ്. അതുകൊണ്ട് തന്നെ ആ ഗൗരവത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ചെറുതുരുത്തി പോലീസ് കടക്കുന്നു. ചില നിർണായക ലീഡുകളുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അധികം വൈകാതെ ഈ കനകകുമാറിനെ പിടികൂടാൻ കഴിയുമെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ ജില്ലയ്ക്ക് പുറത്തടക്കം ഈ കനകകുമാറിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.